നമസ്കാരം. ഞാൻ ഡോക്ടർ കോശി പണിക്കർ, കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ ആൻഡ് പ്രാക്ടീസിംഗ് പോഡിയാട്രിസ്റ്റ്, അസിസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം. നമുക്ക് എല്ലാവർക്കും ഡയബറ്റിസ് എന്താണെന്നറിയാം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഡയബറ്റിസ് വന്നു തുടങ്ങുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് 55 വയസ്സിന് മുകളിലോട്ടോ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലോട്ടോ ആണ്. പക്ഷേ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ കാരണം ഞാൻ ഇപ്പോൾ ഒരു ഒ പിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 35 വയസ്സിനും അതിനും താഴെയുള്ള ആൾക്കാരിൽ ഡയബറ്റിസ് കണ്ടുവരുന്നുണ്ട്. ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ ഷുഗർ കൂടുക എന്നുള്ളത് മാത്രമല്ല, ഡയബറ്റിസ് കാരണം നമ്മുടെ പല അവയവങ്ങളും ഡാമേജിലേക്ക് പോവുകയാണ്. അതായത് പണ്ട് 50 വയസ്സിന് മുകളിലോട്ടെന്ന് പറയുമ്പോൾ ഇപ്പം 30 വയസ്സിന് താഴോട്ടും മുകളിലോട്ടുമുള്ള ഏജ് എന്ന് പറയുമ്പം ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ നെർവ് ഡാമേജ് ഉണ്ടാവുക, കാലിലേക്കുള്ള സെൻസേഷൻ കുറയുക, തൊട്ടാൽ അറിയാത്ത അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. കാരണം ഈ ഒരു നെർവ് ഡാമേജ് കാരണം നമ്മുടെ പ്രൊട്ടക്റ്റീവ് സെൻസേഷൻ, ലോസ് ഓഫ് പ്രൊട്ടക്റ്റീവ് സെൻസേഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയും ചൂട്, തണുപ്പ്, വേദന എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോവുകയും ചെയ്യുന്നു. അതുവഴി ഒരു ചെറുപ്പക്കാരിൽ പോലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് അനേകം നാളുകളെടുത്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ മുറിവുകൾ ഉണക്കിയെടുക്കുന്നത്. ഇത് ഡയബറ്റീസ് ഉള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയബറ്റീസ് ഉള്ള ഒരാൾ എല്ലാ ദിവസവും പാദ സംരക്ഷണത്തിന് വേണ്ടി റിലേറ്റീവ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടോ സ്വയമായിട്ടോ കാല് ഇൻസ്പെക്ട് ചെയ്യണം. കാലിൽ മുറിവുകളുണ്ടോ, എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ കാലിൻ്റെ അടിഭാഗത്ത് കട്ടിയുള്ള ചർമ്മമുണ്ടോ എന്നുള്ളത് നോക്കണം. 2, ഡയബറ്റിസ് എത്രയും കൺട്രോളിൽ വെക്കാൻ പറ്റുമോ അത്രയും കൺട്രോളിൽ വെക്കുക. 3, വൺസിൽ ഒരു 2 മാസത്തിൽ ഒരിക്കൽ ഒരു പോഡിയാട്രിസ്റ്റിനെ കാണുക, ഒരു പ്രിവെൻറ്റീവ് ചെക്കപ്പ് നടത്തുക. കാലിലേക്കുള്ള സെൻസേഷൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ കാലിൽ കട്ടിയുള്ള ചർമ്മമുണ്ടെങ്കിലും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു പോഡിയാട്രിസ്റ്റിനെ കണ്ട് നിങ്ങൾ ചെയ്തിരിക്കണം.